ചെന്നൈ MGR മംഗളൂരു സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിൽ S5 ബോഗിയിൽ വിള്ളൽ കണ്ടെത്തി. ചക്രങ്ങളോട് ചേർന്ന ഭാഗത്താണ് വിള്ളൽ കണ്ടെത്തിയത്. ട്രെയിൻ കണ്ണൂരിലെത്തിയപ്പോഴാണ് വിള്ളൽ ശ്രദ്ധയിൽപ്പെട്ടത്. വിള്ളൽ കണ്ടെത്തിയ ബോഗി ഒഴിവാക്കി യാത്രക്കാരെ മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി യാത്ര തുടർന്നു. സജോ ദേവസ്യ വിവരങ്ങളുമായി. സജോ, എന്തുകൊണ്ടാണ് വിള്ളൽ? അത് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലാത്ത വിള്ളലാണോ? ഹാഷ്മി, ചെന്നൈ മംഗളൂരു എക്സ്പ്രസ് കണ്ണൂർ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ഈ വിള്ളൽ കണ്ടെത്തിയത്. റുട്ടീൻ ചെക്കിങ്ങിന്റെ ഭാഗമായുള്ള പരിശോധന നടത്തുമ്പോഴാണ് S5 ബോഗിയുടെ ചക്രങ്ങളോട് ചേർന്ന ഭാഗത്ത് വിള്ളൽ കണ്ടെത്തിയത്. പിന്നീട് സ്റ്റേഷൻ മാസ്റ്റർ അടക്കം ഇടപെട്ടു. ആ ബോഗി മാത്രം ഒഴിവാക്കുകയാണ് ചെയ്തത്. 1 മണിക്കൂറോളം അവിടെ ട്രെയിൻ പിടിച്ചിട്ടു. അതിനുശേഷം ആ ബോഗിയിലുണ്ടായിരുന്ന യാത്രക്കാരെ മറ്റ് കമ്പാർട്ട്മെന്റുകളിലേക്ക് മാറ്റി. അതുമായി യാത്ര തുടരുന്നു. ഏതാണ്ട് ആ വിള്ളലുമായി തന്നെ ട്രെയിൻ കുറേയധികം ദൂരം യാത്ര ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴത്തെ കണ്ടെത്തൽ. അതുകൊണ്ട് അതൊരു സുരക്ഷാ ഭീഷണി തന്നെയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ബോഗിയുടെ യാത്രയിൽ തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടത്തിന് വഴിവെക്കാവുന്ന തരത്തിലുള്ള വിള്ളൽ തന്നെയാണ്. അതിൻ്റെ കൂടുതൽ ആ വിള്ളൽ വർദ്ധിക്കുന്ന സാഹചര്യവും മറ്റും ഉണ്ടായാൽ അപകടമുണ്ടാക്കും. അത് തിരിച്ചറിഞ്ഞാണ് പിന്നീട് 1 മണിക്കൂറോളം പിടിച്ചിട്ടു. പിന്നീട് ആ ബോഗി മാത്രം അതിപ്പോഴും കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട്. ട്രെയിൻ യാത്ര തുടരുകയും ചെയ്തിട്ടുണ്ട്. സജോ ദേവസ്യാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.